2024 IPL ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യ മത്സരം മാർച്ച് 22 ഇന്ത്യൻ സമയം 8 മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. ചെന്നൈ vs RCB ആണ് മത്സരം. ആദ്യ മത്സരം ചെന്നൈയെ സംബന്ധിച്ച് അവരുടെ ഹോം ഗ്രൗണ്ട് മത്സരമാണ്. RCBയെ സംബന്ധിച്ച് അവരുടെ ഹോം മത്സരങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. കാരണം അവരുടെ ഹോം ഗ്രൗണ്ടിൽ വാട്ടറിന്റെ ഷോർട്ടേജ് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആ മത്സരങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ ഒരു വാർത്തക്കെതിരെയാണ് ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. വാട്ടറിന്റെ ഷോർട്ടേജ് ഒരിക്കലും RCBയുടെ ഹോം ഗ്രൗണ്ട് മത്സരത്തിൽ ഒരിക്കലും ബാധകമാകില്ല. തീർച്ചയായിട്ടും RCBയുടെ ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ അവിടെ തന്നെ വെച്ച് നടത്തും എന്നാണ് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള വാർത്ത, ബാംഗ്ലൂരിന്റെ ആദ്യത്തെ 3 ഹോം മാച്ചുകൾ ബാംഗ്ലൂരിൽ വെച്ച് തന്നെ നടക്കുമെന്നുള്ള കൺഫർമേഷനാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് മാർച്ച് 25 പഞ്ചാബുമായിട്ടാണ് ആദ്യത്തെ മത്സരം RCBയുടെ. രണ്ടാമത്തെ മത്സരം മാർച്ച് 29 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ്, അതും ബാംഗ്ലൂരിൽ വെച്ച് തന്നെ നടക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ മത്സരം ഏപ്രിൽ 2 നടക്കാൻ പോകുന്ന ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടുള്ള മത്സരവും ബാംഗ്ലൂർ വെച്ച് തന്നെ നടക്കും. അങ്ങനെ ആദ്യത്തെ 3 മത്സരം അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നടക്കുമെന്നുള്ള വാർത്തയാണ് കർണാടക ക്രിക്കറ്റ് സ്റ്റേറ്റ് അസോസിയേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത. നമ്മളിവിടെ പറഞ്ഞ ഈ 3 മാച്ചും ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നടക്കും. ഈ ഒരു വാട്ടറിന്റെ ഷോർട്ടേജും കാര്യങ്ങളൊന്നും അതിന് ബാധകമാകില്ല. ഈ ഒരു 3 മാച്ചും നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 മാച്ചും പഞ്ചാബുമായിട്ടും അതുപോലെ തന്നെ ലക്നൌവുമായിട്ടും അതുപോലെ തന്നെ കൊൽക്കത്തയുമായിട്ടുള്ള ആദ്യത്തെ 3 മാച്ചും ബാംഗ്ലൂർ വെച്ച് തന്നെ നടക്കുമെന്നാണ് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാൻ സ്കോറേഴ്സ് മൈൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.